ഹായ്, ഞാൻ റീസ ഡിവസ്. മൈൻഡ് ഗുരു സൈക്കോളജിക്കൽ കൗൺസിലിംഗ് സർവീസസിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന ടോപ്പിക് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ്. അപ്പം എന്താണ് ഈ വേർഡ് മീനിങ്? നാർസിസം എന്ന വേർഡിൻ്റെ മീനിങ് എന്താണ്? ആക്ച്വലി ആ വേർഡിൻ്റെ മീനിങ് സെൽഫ് ലവ് അല്ലെങ്കിൽ ഗിവിങ് സെൽഫ് ഇമ്പോർട്ടൻസ് എന്നാണ്. അതായത് നമ്മൾ നമുക്ക് തന്നെ ഒരുപാട് ഇമ്പോർട്ടൻസും നമ്മളെ തന്നെ ഒരുപാട് സ്നേഹിക്കുകയും ചെയ്യുന്ന അവസ്ഥ. ഇനി നാർസിസ്റ്റിക് ട്രെയ്റ്റ് അല്ലെങ്കിൽ നാർസിസ്റ്റിക് ബിഹേവിയറും നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. ഇപ്പം നമുക്ക് കരിയർ റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ തന്നെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് അല്ലെങ്കിൽ സിറ്റുവേഷൻ ബേസ്ഡ് ആയിട്ട് നമ്മൾ മറ്റുള്ളവരൊന്നും നോക്കാതെ നമുക്ക് ഉപകാരമുണ്ടാകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ തന്നെ ഒരു പേഴ്സണൽ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് നാർസിസ്റ്റിക് ട്രെയ്റ്റ് അല്ലെങ്കിൽ നാർസിസ്റ്റിക് ബിഹേവിയർ. ഇതൊരു പേഴ്സണാലിറ്റി ഡിസോർഡർ ലെവലിലേക്ക് വരണമെങ്കിൽ ഇതിന് കുറച്ച് ട്രെയ്റ്റ്സ് ഉണ്ട്. ഒന്നാമത്തെ ട്രെയ്റ്റ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മളെ തന്നെ സ്നേഹിക്കുക അല്ലെങ്കിൽ ആ വ്യക്തിയെ തന്നെ ഒരുപാട് സ്നേഹിക്കുക. ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ പോലും ആ റിലേഷൻഷിപ്പിലുള്ള ആൾക്കാരുടെ ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ അവരെ ചൂഷണം ചെയ്തുകൊണ്ട് നമുക്ക് എന്തൊക്കെ പേഴ്സണൽ ബെനിഫിറ്റ്സ് ഉണ്ടാക്കാൻ പറ്റുമോ, നമുക്ക് എന്തൊക്കെ ഗെയിൻസ് ഉണ്ടാക്കാൻ പറ്റുമോ, പേഴ്സണൽ ഗെയിൻസ് നമുക്ക് എത്രത്തോളം ഉണ്ടാക്കാൻ പറ്റുമോ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അതിന് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് നമുക്ക് ലാഭം കിട്ടുന്ന അല്ലെങ്കിൽ നമുക്ക് ഗെയിൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളിൽ മാത്രം ഫോക്കസ് ചെയ്യാം. ഇനി രണ്ടാമത്തെ ഒരു ട്രെയ്റ്റ് എന്ന് പറയുന്നത് ക്രിറ്റിസിസത്തിനോട് ഭയങ്കരമായിട്ട് ഇൻടോളറൻ്റ് ആണ്. അതായത് ഒരു ചെറിയ കാര്യത്തിനാണെങ്കിൽ പോലും ക്രിട്ടിസൈസ് ചെയ്യുന്നത് ഇവർക്ക് തീരെ ഇഷ്ടമല്ല. അപ്പോൾ ചെറിയൊരു കാര്യം നമ്മൾ ക്രിട്ടിസൈസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളൊന്ന് ചെറുതായി ഒരു ഗ്രൂപ്പിലൊക്കെ ഇരിക്കുമ്പം ചെറുതായിട്ടൊന്ന് കളിയാക്കിയാൽ തന്നെ ഇവർ ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യും. ആ കളിയാക്കിയ ആൾക്കാരെ അവർ നന്നായിട്ട് ഓർത്ത് വെക്കുകയും ചെയ്യും. പിന്നീട് സിറ്റുവേഷൻസിൽ അവരത് പറയുകയും ചെയ്യും, നിങ്ങൾ ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് പോയി കഴിഞ്ഞപ്പം ഇന്ന മാതിരിനോട് ബിഹേവ് ചെയ്തില്ലേ, ഇന്ന ആളെന്നെ കളിയാക്കിയപ്പം നിങ്ങൾ ഇനി ഇത്രയും ആൾക്കാരെ നോക്കി ചിരിച്ചില്ലേ. അപ്പം ഓരോ ചെറിയ ക്രിറ്റിസിസം ആണെങ്കിൽ പോലും നമുക്കത് ആ വ്യക്തികൾക്ക്, അതായത് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആൾക്കാർക്ക് അത് താങ്ങാവുന്നതിലും ഏറെയാണ്. അവരത് ഒരുപാട് സൂക്ഷിച്ചു വയ്ക്കും. ഒരു ഗ്രഡ്ജ് പോലെ അവരത് മനസ്സിൽ സൂക്ഷിച്ചു വയ്ക്കും. ഇനി മൂന്നാമത്തെ ഒരു ട്രെയ്റ്റ് എന്ന് പറയുന്നത് അവർ ചെറിയ കാര്യങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ പോലും അതിൽ ഒരുപാട് അപ്രിസിയേഷൻസ് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് ഞാൻ ഇന്നൊരു കാര്യം, ഒരു ചെറിയ കാര്യം ഞാൻ ചെയ്താൽ പോലും അതിനെ എല്ലാവരും എന്നെ അപ്രിഷിയേറ്റ് ചെയ്യണം, നന്നായി എന്ന് പറയണം, അല്ലെങ്കിൽ എന്നെ ഒരു സെൻറ്റർ ഓഫ് അറ്റൻഷൻ ആക്കണം, എല്ലാവരും എന്നെ പ്രൈസ് ചെയ്യണം എന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരാണ്. മാത്രമല്ല ഇപ്പം അവരെ തന്നെ വിചാരിക്കുന്നത് ഭയങ്കരമായിട്ട് അവർക്ക് എന്തൊക്കെയോ സ്പെഷ്യാലിറ്റീസ് ഉണ്ട്, അല്ലെങ്കിൽ അവർ കുറച്ചും കൂടി സ്കിൽഡ് ആണ്, അവർ മറ്റുള്ളവരെ പോലെയല്ല, കുറച്ചും കൂടിയും കഴിവുള്ള ആൾക്കാരാണ്, കുറച്ചും വിവരമുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യാലിറ്റീസ് അവർക്ക് ഉണ്ട് എന്ന് അവർ ഉറച്ചു വിശ്വസിക്കും. അതുമാത്രമല്ല അങ്ങനെ അവർ വിശ്വസിക്കുന്നത് കൊണ്ട് അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് അസോസിയേറ്റ് ചെയ്യാനാണ്, അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് ഇടപഴകാനാണ് അവർ കൂടുതൽ താല്പര്യപ്പെടുക. ഇപ്പം നോർമലായിട്ട് അവർക്ക് തോന്നുന്ന ആൾക്കാരുടെ കൂടെ വർത്തമാനം പറയാനോ ഇടപഴകാനോ ഒന്നും അവരത്ര താല്പര്യം കാണിക്കില്ല. ഇപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ പറയും അവർ അത്രയും എൻ്റെ അത്രയും എന്താ പറയുക, അല്ലെങ്കിൽ അവർക്ക് അത്ര ലെവലില്ല, അത്ര സ്റ്റാൻഡേർഡ് ഇല്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവർക്കൊപ്പമുള്ള ആൾക്കാരുടെ കൂടെ സ്പെൻഡ് ചെയ്യാനാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഗ്രൂപ്പിൻ്റെ കൂടെ ആയിരിക്കാനാണ് അവർ കൂടുതൽ താല്പര്യപ്പെടുക. ഇനി അങ്ങനെയുള്ള ഗ്രൂപ്പിൻ്റെ കൂടെ ആണെങ്കിൽ പോലും അത് വേറൊരു ട്രെയ്റ്റ് ആണ്. അങ്ങനെയുള്ള ആൾക്കാരുടെ കൂടെ ആണെങ്കിൽ പോലും മറ്റുള്ളവർക്ക് ഒരു നല്ല കാര്യം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അച്ചീവ്മെൻറ്റിനെ ഒരിക്കലും അവർ അപ്രീഷിയേറ്റ് ചെയ്യില്ല. ഇപ്പോൾ ഫ്രണ്ട്ഷിപ്പിലാണെങ്കിൽ പോലും ഒരു ഫ്രണ്ടിന് ഇപ്പോൾ എന്തെങ്കിലും ഒരു നല്ല കാര്യം അല്ലെങ്കിൽ അവൻ്റെ ഒരു നല്ലൊരു അച്ചീവ്മെൻറ്റ്, ഒരു ഹൈ അച്ചീവ്മെൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ പോലും അതിനെ അവർക്ക് പ്രൈസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അപ്രീഷിയേറ്റ് ചെയ്യാനായിട്ട് നീ നന്നായി ചെയ്തു അല്ലെങ്കിൽ അവർ നന്നായി ചെയ്തു എന്ന് അപ്രീഷിയേറ്റ് ചെയ്യാനായിട്ട്, അങ്ങനെ അംഗീകരിക്കാനായിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുള്ള ആൾക്കാരായിരിക്കും. ഇപ്പോൾ അങ്ങനെ ഒരു അച്ചീവ്മെൻറ്റ് കിട്ടിയ ആളെ പറ്റി നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ അവർ പറയും അതിലിപ്പോൾ എന്താ ബുദ്ധിമുട്ട്, അത് അവനെ ലക്കായിട്ട് കിട്ടിയതല്ലേ, അല്ലെങ്കിൽ ഇന്ന കാരണം കൊണ്ട് കിട്ടിയതല്ലേ, ആ ഫാക്ടർ കൊണ്ട് കിട്ടിയതല്ലേ, അത് ആ വ്യക്തിയുടെ കഴിവാണ് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഹാർഡ് വർക്ക് ആണെന്ന് ഒരിക്കലും സമ്മതിച്ചു തരാത്തവരായിരിക്കും ഈ NP അല്ലെങ്കിൽ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആൾക്കാർ. ഇനി വേറൊരു കാര്യം എന്ന് പറയുന്നത് അവർ എക്സ്പ്ലോയിറ്റ് ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റിലേഷൻഷിപ്സിനെ ഭയങ്കരമായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യും. അതിപ്പം ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം അല്ലെങ്കിൽ വേറെ ഏത് റിലേഷൻഷിപ്സ് ആണെങ്കിൽ പോലും, സോഷ്യൽ സിറ്റുവേഷൻ ആണെങ്കിൽ പോലും, ആ സിറ്റുവേഷനിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് എത്രയൊക്കെ പോസിറ്റീവ് അല്ലെങ്കിൽ എത്രയൊക്കെ അവർക്ക് പേഴ്സണലി ഗെയിൻ ചെയ്യാൻ പറ്റും ആ കാര്യങ്ങളായിരിക്കും അവർ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുക. പിന്നെ അവർക്ക് ഒരുപാട് അംബിഷൻസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ആവണം, ഞാൻ ഇങ്ങനെ ആവാൻ സ്കില്ലുള്ള ആളാണ്, അല്ലെങ്കിൽ എൻ്റെ ഒരു ലെവൽ അതാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് അംബീഷ്യസ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. പിന്നെ മാത്രമല്ല ഇതിൽ അവർ കാണിക്കുന്ന വേറൊരു ട്രെയ്റ്റ് ആണ് എറോഗൻസ്. അതായത്
ഇപ്പം ഭയങ്കര അവരെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ അവർക്ക് നെഗറ്റീവ് എന്ന് തോന്നുന്ന സിറ്റുവേഷൻ, അല്ലെങ്കിൽ അവർക്ക് നെഗറ്റീവ് എന്ന് തോന്നുന്ന ആൾക്കാരുടെ അടുത്ത് ഭയങ്കരമായിട്ടുള്ള ഒരു എറഗൻസ് കാണിക്കാനായിട്ട് ഇവർക്ക് എപ്പോഴും ഒരു ടെൻഡൻസീസ് ഉണ്ടാവും. അതായത് എറഗൻ്റ് ആയിട്ട് ബിഹേവ് ചെയ്യാനായിട്ട് എപ്പോഴും ഒരു ടെൻഡൻസീസ് ഇവർ കാണിക്കും. ഇവർക്ക് ഇഷ്ടമല്ലാത്ത ഇവർ എന്തെങ്കിലും ഒരു ത്രെട്ട്, ഇവർ പെട്ടെന്ന് ത്രെറ്റ്സ് എന്താ പറയുക സെൻസ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പം ഒരാൾക്ക് ഒരു സിറ്റുവേഷൻ അവരെ കളിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതിനോട് സിമിലർ ആയിട്ടുള്ള സിറ്റുവേഷൻസ് എപ്പോഴും അവർ ഒഴിവാക്കാനായിട്ട് മാക്സിമം ശ്രമിക്കും. കാരണം അത് അവർ കാണുന്നത് ഒരു ത്രെറ്റായിട്ടാണ്. അതായത് ഇന്ന ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ കൂടെ ഇരിക്കുക, അല്ലെങ്കിൽ ഇന്നൊരു സിറ്റുവേഷനിൽ ആയിരിക്കുക എന്ന് പറയുന്നത് എനിക്ക് അറ്റൻഷൻ കിട്ടാത്ത, അതായത് ഇവർക്ക് ബേസിക്കലി ഇവർക്ക് അറ്റൻഷൻ വേണം എന്നുള്ളൊരു ഒരു ആഗ്രഹമുണ്ട്, ഒരു ടെൻഡൻസി ഉണ്ട്. അതായത് ഞാൻ എവിടെ പോയി കഴിഞ്ഞാലും ഞാനായിരിക്കണം ഒരു സെൻറ്റർ ഓഫ് അട്രാക്ഷൻ, എല്ലാവരും എന്നെ പ്രൈസ് ചെയ്യണം, എന്നെ അപ്രിഷ്യേറ്റ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം, ഒരു ഭയങ്കരമായിട്ടുള്ള ആഗ്രഹം ഇവർ കീപ്പ് ചെയ്യുന്നവരായിരിക്കും. അപ്പം അത് കിട്ടാത്ത സിറ്റുവേഷൻസ്, അല്ലെങ്കിൽ അതിന് ഇവരുടെ എക്സ്പെക്റ്റേഷന് ഓപ്പോസിറ്റായിട്ട് വരുന്ന സിറ്റുവേഷൻസ് ആണെങ്കിൽ ഇവർ ഇതിനൊരു ത്രെട്ടായിട്ടായിരിക്കും കാണുക. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷൻസിന് ഇവർ ഇൻ ഫ്യൂച്ചർ അവോയ്ഡ് ചെയ്യും, അല്ലെങ്കിൽ മാക്സിമം അങ്ങനെയുള്ള സിറ്റുവേഷൻസിലേക്ക് പോവാതിരിക്കാനായിട്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് ഇടപഴകാതിരിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കും. അപ്പം എറഗൻസ് അവരുടെ ബിഹേവിയറിൽ ഉണ്ടായിരിക്കും. മാത്രമല്ല ഈ സിറ്റുവേഷൻസിന്, ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിനെയൊക്കെ അവർ ഇൻ ഫ്യൂച്ചർ അല്ലെങ്കിൽ ഭാവിയിൽ അവർ ഈ ത്രെട്ട് മനസ്സിലാക്കി കഴിയുമ്പോൾ ആ സിറ്റുവേഷൻസിനെ അവർ അവോയ്ഡ് ചെയ്യാനായിട്ട് തുടങ്ങും. ഇങ്ങനെയുള്ള കുറച്ച് ട്രെയ്റ്റ്സ് ആണ് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറിൽ മെയിനായിട്ട് നമ്മൾ കണ്ടുവരുന്നത്. ഇതൊരു പേഴ്സണാലിറ്റി ഡിസോർഡർ ആയതുകൊണ്ട് തന്നെ നമുക്കിതൊരിക്കലും മാറ്റിയെടുക്കാൻ പറ്റില്ല എന്നില്ല. നമ്മളിത് എത്രയും നേരത്തെ മനസ്സിലാക്കുന്നു, എത്രയും ഏർലിയർ സ്റ്റേജിൽ നമ്മൾ ഈ ക്യാരക്ടറിസ്റ്റിക്സും ഈ ട്രെയ്റ്റ്സും നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നു, അത്രയും നല്ലത്. കാരണം ഇത് ഒരുപാട് വൈകി തിരിച്ചറിയുമ്പം ഈ വ്യക്തിക്ക്, അല്ലെങ്കിൽ ഈ വ്യക്തിയുമായിട്ട് റിലേഷൻഷിപ്സ് കീപ്പ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ ബുദ്ധിമുട്ടും കോൺസിക്വൻസസും ഫേസ് ചെയ്യേണ്ടി വരും. അപ്പം എത്രയും വേഗം, എത്രയും ഏർലിയർ സ്റ്റേജിൽ നമ്മളിത് മനസ്സിലാക്കുന്നു, അത്രയും നേരത്തെ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെയോ അല്ലെങ്കിൽ ഒരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണലിനെയോ കണ്ടിട്ട് ഈ ട്രെയ്റ്റ്സ് കുറയ്ക്കാനുള്ള സെഷൻസ് അല്ലെങ്കിൽ സൈക്കോതെറാപ്പി അറ്റൻഡ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇത് മാറ്റിയെടുക്കാൻ പറ്റില്ല എന്നില്ല. നമ്മളെപ്പോൾ ട്രീറ്റ്മെൻറ്റിന് പോകുന്നു, അല്ലെങ്കിൽ നമ്മളെപ്പോൾ ഇതിന് ഒരു മെഷർ കാണുന്നു, അത്രയും വേഗത്തിൽ നമുക്കിതിൻ്റെ സിംറ്റംസ് കുറച്ചെടുക്കാൻ പറ്റും. അപ്പം ഇതാണ് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറിനെ കുറിച്ച് ഞാൻ ഷെയർ ചെയ്ത കാര്യങ്ങൾ. നിങ്ങൾക്ക് ഈ ഡിസോർഡറിനെ കുറിച്ച് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.